അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കർണാടകയിൽ തന്നെ പ്രസിദ്ധമായ പ്രകൃതി കൊണ്ട് സൗന്ദര്യം കൊണ്ട് ധന്യമായ ഹയാത്തുൽ ഔലിയ എന്നറിയപ്പെടുന്ന കാജൂർ ദർഗ ഷെരീഫിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ കാജൂർ ദർഗ ഷെരീഫിനെ കുറിച്ചാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കർണാടക ബെൽത്തങ്കടിയിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് മനോഹരമായ സഹ്യാദ്രി മലനിരകൾക്ക് താഴെ ചുറ്റും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ നാം ഏവരും പോയിരിക്കേണ്ട ഹയാത്തുൽ ഔലിയ എന്നറിയപ്പെടുന്ന കാജൂർ ദർഗ ഷെരീഫ് നിലകൊള്ളുന്നത്. ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി മഹാനായ ഏർവാടി ഇബ്രാഹിം ബാത്തിഷ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ മക്ക മദീന യാത്രയിൽ നിന്ന് വന്ന യാത്രാ സംഘത്തിനുണ്ടായിരുന്ന മഹാന്മാരാണ് ഈ ശുഹദാക്കൾ എന്നാണ് പറയപ്പെടുന്നത്. 1963 ശേഷമാണ് ഇവിടെ ഉറൂസ് ആരംഭിക്കുന്നത്. ശൈത്താൻ ഇബ്ലീസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും കൺദൃഷ്ടി ഉള്ളവർക്കും പലവിധ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ആശ്രയ കേന്ദ്രമാണ് ഈ മക്കാം. ജാതിമത ഭേദമന്യേ എല്ലാ മതക്കാരും ഇവിടത്തേക്ക് സന്ദർശനത്തിനായി എത്താറുണ്ട്. ഈ ദർഗക്കകത്ത് 3 മക്ബറകളുണ്ട്. ഈ മക്ബറക്ക് ചുറ്റും പല മഹാന്മാരും മറപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ മക്കാമിൻ്റെ മുകളിലാണ് കിള്ളൂർ ദർഗ എന്നറിയപ്പെടുന്ന മക്കാമുള്ളത്. ഈ മക്കാമിൻ്റെ മുകളിലാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ റഹ്മാനിയ മസ്ജിദ് നിലകൊള്ളുന്നത്. നമ്മുടെ മനസ്സിന് ആനന്ദം ലഭിക്കുന്ന ഒരു വ്യത്യസ്ത ശൈലിയുള്ള പഴയകാല പള്ളിയാണ്. ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ പഴയകാല പള്ളിയായതുകൊണ്ട് മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ്, വല്ലാത്തൊരു കുളിർമയാണ്.